പാലക്കാട് കല്ലേക്കാട് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ബിജെപി ആക്രമണം. ആക്രമണത്തിൽ കെഎസ്യു പ്രവർത്തകനെ കണ്ണിന് ഗുരുതരമായി പരിക്കുപറ്റി. 5 ബിജെപി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്ന പിരായിരി പഞ്ചായത്തിലെ ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ആരോപണം നിഷേധിക്കുകയാണ് ബിജെപി നേതൃത്വം. പാലക്കാട് കല്ലേക്കാടാണ് ഇത്തരത്തിലൊരു വലിയ അക്രമം ഉണ്ടായത്. അജ്മൽ എന്ന് പറയുന്ന കെഎസ്യു പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. അതിനുശേഷം അദ്ദേഹത്തെ കോയമ്പത്തൂരിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വച്ചും രക്തസ്രാവമുള്ളതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അജ്മൽ അടക്കം ഉള്ള സംഘം ഒരു ബിജെപി പ്രവർത്തകരുമായി അവർ പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്. യഥാർത്ഥത്തിൽ പരാജയ ഭീതി പൂണ്ടാണ് ഈ അക്രമം ബിജെപി അയച്ചുവിടുന്നത്. ആ അക്രമത്തിന് നിർഭാഗ്യവശാൽ ഇന്നലെ സഹായകരമായി പ്രവർത്തിച്ചത് തുടക്കത്തിൽ CPM-ന്റെ പ്രവർത്തകരാണ്. ആദ്യം CPM-കാരും പിന്നീട് BJP-കാരും ആക്രമിച്ചത് വഴി ഇവർ രണ്ടുപേരും തമ്മിൽ വല്ല ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള അന്വേഷിക്കണം. ആദ്യം അജ്മലിനെ വഴിയിൽ വെച്ചും അതിനുശേഷം അജ്മൽ ഒരു സുഹൃത്തിന്റെയും അതോടൊപ്പം തന്നെ ഒരു സഹപ്രവർത്തകന്റെയും വീട്ടിലേക്ക് എത്തി. അവിടെ വച്ചും ഒരു സംഘം അജ്മലിനെ ആക്രമിക്കുകയായിരുന്നു. കല്ലേറിൽ കണ്ണിനാണ് പരിക്കേറ്റത്. ഈ ഒരു സംഭവത്തിൽ ഏകദേശം 5 പേർ BJP പ്രവർത്തകർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അത് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കല്ലേറല്ല, മറിച്ച് UDF-ലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ എറിഞ്ഞ കല്ലേറ് കൊണ്ടാണ് അയാൾക്ക് പരിക്കേറ്റുള്ളത്. ഒരു സ്ഥാനാർത്ഥി കൂടി, ആ പ്രദേശത്ത് ഒരു സ്ഥാനാർത്ഥി കൂടി ഈ അക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഏതായാലും അയാൾക്കായുള്ള തിരച്ചിലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വലിയൊരു ആക്രമണം ഇന്നലെ രാത്രിയാണ് കല്ലേക്കാട് മേഖലയിൽ ഉണ്ടായത്.